നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. നമുക്കറിയാം, എപ്പോഴും PSC കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണ് റിപ്പബ്ലിക് ഡേ, അല്ലേ? റിപ്പബ്ലിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ 2024 ജനുവരി 26 റിപ്പബ്ലിക് ഡേയെ പറ്റി നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ റിപ്പബ്ലിക് ഡേ 2024 എന്നാണ് 2024 ജനുവരി 26. അപ്പോൾ ഇന്ത്യ വജ്ര ജൂബിലി വർഷം ആഘോഷിച്ചത് എന്നാണ് 2024 ജനുവരി 26. അപ്പോൾ എന്താണ് വജ്ര ജൂബിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് 75 വർഷം, അല്ലേ? 75 വർഷത്തിനെയാണ് നമ്മൾ വജ്ര ജൂബിലി ആഘോഷം എന്ന് പറയാം, അല്ലേ? അപ്പോൾ മുഖ്യ അതിഥിയായിട്ട് നമുക്കറിയാം, എല്ലാ റിപ്പബ്ലിക് ഡേയിലും മുഖ്യ അതിഥികളായിട്ട് മറ്റ് രാഷ്ട്രത്തലവന്മാരൊക്കെ വരാറുണ്ട്, അല്ലേ? അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് ആരാണ് വന്നത്? ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ. ഇത് വെച്ചിട്ട്, ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പത്രക്കട്ടിങ്ങളിൽ നിന്നൊക്കെ ഇതിനു മുമ്പ് നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഇമ്മാനുവൽ മാക്രോൺ ആണ്, ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ആണ് 2024 ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് മുഖ്യ അതിഥിയായിട്ട് വന്നത്. ഇനി എവിടെയാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്നത്? അത് കർത്തവ്യ പഥ്. ഓക്കെ, എവിടെയാണ് റിപ്പബ്ലിക് ഡേ പരേഡ് നടന്നത്? അത് കർത്തവ്യ പഥിലാണ്. 2024 നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ പരേഡിൻ്റെ തീം എന്താണ്? വികസിത് ഭാരത് ആൻഡ് ഭാരത് ലോക്തന്ത്ര കി മാതൃക. ഓക്കെ, വികസിത് ഭാരത് ആൻഡ് ഭാരത് ലോക്തന്ത്ര കി മാതൃക. അപ്പോൾ വികസിതമായിട്ടുള്ള ഒരു ഭാരതത്തിനെ പറ്റിയും ഭാരതത്തിൻ്റെ ആ ഒരു ലോകതന്ത്രത്തിനെ പറ്റിയൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മളുടെ റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ തീം. അപ്പോൾ റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചത് 2024 ജനുവരി 26 വജ്ര ജൂബിലി ആഘോഷമാണ് നടന്നത്. മുഖ്യാതിഥി ഇമ്മാനുവൽ മാക്രോൺ ആണ്. നടന്നത് കർത്തവ്യ പഥിൽ വെച്ചായിരുന്നു. അതിൻ്റെ തീം എന്താണ്? വികസിത് ഭാരത് ആൻഡ് ഭാരത് ലോകതന്ത്ര കി മാതൃക. വികസിത് ഭാരത് ആൻഡ് ഭാരത് ലോകതന്ത്ര കി മാതൃക എന്നീ വിഷയങ്ങളും പിന്നീട് മറ്റൊരു കാര്യങ്ങളുണ്ട്, നാരി ശക്തീകരണം. ഓക്കെ, അതായത് വുമൻസ് എംപവർമെൻറ്റ്, അല്ലേ? സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കുമാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേ ദിന പരേഡിന് മുൻഗണന നൽകിയത്. 100-ലധികം കലാകാരന്മാർ സംഗീത ഉപകരണങ്ങൾ വായിച്ച ആദ്യത്തെ റിപ്പബ്ലിക് ഡേ പരേഡ്. ഓക്കെ, ആദ്യമായിട്ടാണ് 100-ലധികം കലാകാരന്മാർ ഒരുമിച്ച് ഒരു സംഗീത ഉപകരണങ്ങൾ വായിച്ചത്. നമ്മുടെ ബാഹുബലിയിൽ മറ്റേ ആ രാജ്യാരോഹണ ചടങ്ങൊക്കെ ഓർത്താൽ മതി. അതുപോലെ ഒരുമിച്ച് 100 കലാകാരന്മാർ സംഗീത ഉപകരണങ്ങൾ വായിച്ച ആദ്യത്തെ റിപ്പബ്ലിക് ഡേ ദിന പരേഡും കൂടിയാണ് ഇത് 2024. രണ്ടാം തവണ ഒരു റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് സൈന്യം പങ്കെടുത്തു. ഇതിനു മുമ്പ് ഒരിക്കൽ പങ്കെടുത്തിട്ടുണ്ട്. രണ്ടാം തവണയാണ് ഫ്രഞ്ച് സൈന്യം ഡയറക്റ്റ് ഒരു റിപ്പബ്ലിക് ഡേ ദിന പരേഡിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, ഇനി പരേഡിൽ നമ്മുടെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും പ്രകടിപ്പിച്ചു. നമ്മുടെ INS വിക്രാന്ത് പോലെയുള്ള INS വിക്രമാദിത്യ പോലെയുള്ള നമ്മുടെ വിമാനവാഹിനി കപ്പലുകളും എയർക്രാഫ്റ്റ് കാരിയേഴ്സും അങ്ങനെയുള്ള കപ്പലുകളെല്ലാം പ്രദർശിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മളുടെ തേജസ് വിമാനം, ഇല്ലേ? നമ്മൾ ഒരുപാട് ഇതുപോലെ ട്രയംഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഡിഫൻസിൽ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിപ്പബ്ലിക് ഡേയിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. ആദ്യമായിട്ടാണ് മുഴുവൻ വനിതകൾ ഉൾപ്പെട്ട ഒരു ട്രൈ സർവീസ് സംഘം പങ്കെടുത്തത്. ഈ റിപ്പബ്ലിക് ഡേയിലാണ് വനിതകൾ മാത്രം ഉൾപ്പെട്ട ഒരു ട്രൈ സർവീസ് സംഘം പങ്കെടുത്തത്. ഓക്കെ, അപ്പോൾ വികസിത് ഭാരത് ആൻഡ് ലോക്തന്ത്ര കി മാതൃകാ വിഷയങ്ങളും ഒപ്പം തന്നെ എന്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തു? നാരി ശക്തീകരണം അഥവാ വുമൻ എംപവർമെൻറ്റിനും. 100-ലധികം കലാകാരന്മാർ സംഗീത ഉപകരണങ്ങൾ വായിച്ച ആദ്യത്തെ റിപ്പബ്ലിക് ഡേ ആയിരുന്നു 2024. ഇനി രണ്ടാം തവണ ഒരു റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് സൈന്യം പങ്കെടുത്തു. അതുപോലെ പരേഡിൽ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും പ്രദർശിപ്പിക്കുകയുണ്ടായി. അതുപോലെ ആദ്യമായിട്ടാണ് ഒരു റിപ്പബ്ലിക് ഡേ ദിന പരേഡിൽ വനിതകൾ മാത്രം ഉൾപ്പെട്ട ഒരു ട്രൈ സർവീസ് സംഘം പങ്കെടുത്തത്. ഇനി ഒരു മൾട്ടി റോളർ ടാങ്കർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റും റാഫേൽ യുദ്ധവിമാനവും, ഓക്കെ, തേജസിൻ്റെ കൂടെ മറ്റേതൊക്കെയാണ് മൾട്ടി റോളർ
റോഡ് ടാങ്കർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റും റാഫേൽ യുദ്ധവിമാനവും പങ്കെടുത്തു. ഞാൻ പറഞ്ഞു INS വിക്രമാദിത്യ, വിക്രാന്ത് ഒക്കെ ഈ ഒരു റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ട് പ്രദർശിപ്പിക്കുകയുണ്ടായി. പബ്ലിക് ചോയ്സ് അവാർഡ്, പബ്ലിക് ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം നമ്മുടെ മൈ ഗവ് ആപ്പ്, ഓക്കെ, ആ ഒരു ആപ്ലിക്കേഷൻ ശ്രദ്ധിച്ചോളാം. മൈ ഗവ് ആപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ജനങ്ങൾക്ക് നേരിട്ട് ഇഷ്ടപ്പെട്ട സംസ്ഥാനം, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പെരേഡ്, ഇതെല്ലാം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ പബ്ലിക് ചോയ്സ് അവാർഡിൽ മികച്ച സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഗുജറാത്താണ്. ഓക്കെ, അപ്പോൾ പബ്ലിക് ചോയ്സ് അവാർഡിൽ മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഗുജറാത്താണ്. മികച്ച ടാബ്ലോ വൈബ്രന്റ് വില്ലേജ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് സംഘടിപ്പിച്ച വൈബ്രന്റ് വില്ലേജ് എന്ന ഒരു ടാബ്ലോയ്ക്കാണ് പബ്ലിക് ചോയ്സ് അവാർഡിൽ മികച്ച ടാബ്ലോ ആയിട്ട് സമ്മാനം ലഭിച്ചത്. അടുത്തത് സായുധ സേനയുടെ വീരകൃത്യങ്ങൾ വിവരിക്കുന്ന പ്രൊജക്റ്റ് വീർഗാഥ 3.0 സംഘടിപ്പിച്ചു. ഓക്കെ, അപ്പം സായുധ സേനയുടെ വീരകൃത്യങ്ങൾ വിവരിക്കുന്ന പ്രോജക്റ്റ് വീർഗാഥ 3.0 അല്ലെങ്കിൽ 3.0 സംഘടിപ്പിച്ചു. റിപ്പബ്ലിക് ഡേയിൽ അപ്പോൾ എന്താണ് പ്രോജക്റ്റ് വീർഗാഥ എന്നത് ഓർക്കുക. വീർഗാഥ എന്ന് പറയുന്ന വീരന്മാരുടെ ഗാഥ അല്ലെങ്കിൽ വീരന്മാരുടെ കഥ അല്ലേ. സായുധ സേനയുടെ വീരകൃത്യങ്ങൾ, എല്ലാ വാർസിനെ പറ്റിയും, കാർഗിൽ വാർ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടായിട്ട് വന്നായിരുന്നു പ്രോജക്റ്റ് വീർഗാഥ 3.0. റിപ്പബ്ലിക് ഡേയിൽ ദ പ്രൈം മിനിസ്റ്റേഴ്സ് ബാനർ നേടിയത് മഹാരാഷ്ട്രയാണ്. ഓക്കെ, പ്രൈം മിനിസ്റ്റേഴ്സ് ബാനർ നേടിയത് ഏത് സംസ്ഥാനമാണ്? മഹാരാഷ്ട്ര. എന്നാൽ പബ്ലിക് ചോയ്സ് അവാർഡ് നേടിയതോ അത് ഗുജറാത്താണ്. ഓക്കെ, അപ്പോൾ ഒരു മൾട്ടി റോളർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്, റാഫേൽ യുദ്ധവിമാനം ഒക്കെ പങ്കെടുത്തൊരു റിപ്പബ്ലിക് ഡേ ആയിരുന്നു 2024. അതിൽ പബ്ലിക് ചോയ്സ് അവാർഡ് ലഭിച്ചത് ഗുജറാത്തിനാണ്. എന്നാൽ പബ്ലിക് ചോയ്സിൽ മികച്ച ടാബ്ലോ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ വൈബ്രന്റ് വില്ലേജ് ആയിരുന്നു. ഇനി സായുധ സേനയുടെ വീരകൃത്യങ്ങൾ വിവരിക്കുന്നത് എന്തായിരുന്നു? പ്രോജക്റ്റ് വീർഗാഥ 3.0. അതുപോലെ റിപ്പബ്ലിക് ഡേയിൽ പ്രൈം മിനിസ്റ്റർ ബാനർ അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്ര. രാജ്യത്തെ നെയ്ത്ത്, അതുപോലെ തന്നെ നമ്മുടെ കരകൗശല വിദ്യകളും സാരികളും എല്ലാം പ്രദർശിപ്പിക്കുന്ന ഒരു അനന്ത് സൂത്ര, ഓക്കെ, അനന്ത് സൂത്ര എന്ന് പറഞ്ഞ ഒരു സ്റ്റാള്, ചെറിയൊരു സ്റ്റാള് പോലെയാണ് അത് പ്രദർശിപ്പിക്കുകയുണ്ടായി. അപ്പോൾ രാജ്യത്തെ വിദ്യകൾ, സാരികൾ, കരകൗശല വിദ്യ, ഇതിനെയൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സംഘടിപ്പിച്ചൊരു പരിപാടിയാണ് അനന്ത് സൂത്ര. ഒരു സ്റ്റാള് പോലെ ഉണ്ടാക്കി വയ്ക്കുക ചെയ്തത്. ഇനി നാവികസേനയെ നയിക്കുന്ന പ്ലാറ്റൂൺ കമാൻഡറായ മലയാളി വനിതയാണ് ലഫ്റ്റനന്റ് ദേവിക H. ഓക്കെ, നമ്മുടെ നാവികസേനയെ ആദ്യമായിട്ടാണ് ഒരു മലയാളി വനിത നയിക്കുന്നത്. നാവികസേനയെ നയിക്കുന്ന പ്ലാറ്റൂൺ കമാൻഡറായ മലയാളി വനിതയാണ് ലഫ്റ്റനന്റ് ദേവിക H. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാവികസേനയെ നയിക്കുന്ന പ്ലാറ്റൂൺ കമാൻഡറായ മലയാളി വനിത ആരാണ്? ലഫ്റ്റനന്റ് ദേവിക H. ഇനി ഡൽഹി വനിതാ പോലീസിൻ്റെ പരേഡ് നയിച്ച ആദ്യത്തെ വനിത, ആദ്യമായിട്ടാണ് ഡൽഹി വനിതാ പോലീസിനെ പരേഡ് ഒരു വനിത നയിക്കുന്നത്. അവരുടെ പേരെന്താണ്? ശ്വേത K. സുഗതൻ. മലയാളി ദേവികയാണെന്ന് വിചാരിക്കുക. ഡൽഹി പോലീസിനെ നയിച്ച വനിത ആരാണ്? അത് ശ്വേത K. സുഗതൻ. ഓക്കെ, ശ്വേത, മലയാളി ദേവിക. നമ്മുടെ ഡൽഹി വനിതാ പോലീസിനെ നയിച്ച ആദ്യത്തെ വനിത അത് ശ്വേത K. സുഗതനാണ്. ടാബ്ലോയിൽ 1ാം സ്ഥാനം ആർക്കാണ് നേടിയത്? പബ്ലിക് ചോയ്സ് അല്ല, അല്ലാതെ നമ്മുടെ ടാബ്ലോയിൽ 1ാം സ്ഥാനം നേടിയത് ഒഡീഷയാണ്. തീം വുമൺ എംപവർമെൻറ്റ് ഇൻ വികസിത് ഭാരത്. ഓക്കെ, വിമൺ എംപവർമെൻറ്റ് ഇൻ വികസിത് ഭാരത്. ഇത്തവണയും ഓൾട്ടർനേറ്റീവായിട്ട് ഇല്ലേ, ഒരു 4-6 കൊല്ലമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1-2 തവണ മാത്രമേ കേരളത്തിൻ്റെ ടാബ്ലോ അക്സെപ്റ്റഡ് ആയിട്ടുള്ളൂ റിപ്പബ്ലിക് ഡേയിൽ. ഇപ്രാവശ്യവും നമ്മുടെ കേരളത്തിൻ്റെ ടാബ്ലോ അക്സെപ്റ്റഡ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ 1ാം സ്ഥാനം ഒഡീഷയ്ക്കാണ് ലഭിച്ചത്. തീം വുമൺ എംപവർമെൻറ്റ് ഇൻ വികസിത് ഭാരത്. വികസിത ഭാരതത്തിലെ ആ ഒരു സ്ത്രീ ശാക്തീകരണം, അതാണ് വുമൺ എംപവർമെൻറ്റ് ഇൻ വികസിത് ഭാരത്. 2ാം സ്ഥാനം ഗുജറാത്തിനും 3ാം സ്ഥാനം തമിഴ്നാടിനുമാണ് ലഭിച്ചത്. അപ്പോൾ രാജ്യത്തെ നെയ്ത്ത് സാരികൾ, അതുപോലെ തന്നെ നെയ്ത്ത് വിദ്യ, കരകൗശല വിദ്യകൾ, ഇവയെല്ലാം പ്രദർശിപ്പിച്ചതാണ് അനന്ത് സൂത്ര. ഇവയെല്ലാം പ്രദർശിപ്പിച്ചത് എന്താണ്? അനന്ത് സൂത്ര പ്ലാൻ. അതേപോലെ നാവികസേനയെ നയിക്കുന്ന പ്ലാറ്റൂൺ കമാൻഡറായ മലയാളി വനിതയാണ് ലഫ്റ്റനന്റ് ദേവിക H. എന്നാൽ ഡൽഹി പോലീസ് ഫോഴ്സിൻ്റെ പരേഡ് നയിച്ച ആദ്യത്തെ
വനിതയാണ് ശ്വേത കെ സുഗതൻ. അടുത്തത് ഏറ്റവും മികച്ച ടാബ്ലോയിൽ 1ാം സ്ഥാനം നേടിയത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നു. മികച്ച ടാബ്ലോ ആയിട്ട് പബ്ലിക് ചോയ്സ്, ഓക്കെ, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഏതാണ്? വൈബ്രന്റ് വില്ലേജ് മിനിസ്ട്രി ഓഫ് അഫയേഴ്സ് ആയിരുന്നു. എന്നാൽ മികച്ച ടാബ്ലോ ആയിട്ട് അല്ലാതെ ജഡ്ജ്മെന്റ് പാനലിൽ സമ്മാനം കിട്ടിയതാണ് ഒഡീഷ. തീം എന്തായിരുന്നു? വുമൻ എംപവർമെന്റ് വികസിത ഭാരത്. 2ാം സ്ഥാനം ലഭിച്ചത് ആർക്കാണ്? ഗുജറാത്തിനാണ്. 3ാം സ്ഥാനം തമിഴ്നാടിന്. ഇനി മികച്ച മാർച്ചിങ് സംഘം, ഇതെല്ലാം നമ്മുടെ ജഡ്ജ് പാനൽസ് തിരഞ്ഞെടുത്തതാണ്. മികച്ച മാർച്ചിങ് സംഘമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സിഖ് റെജിമെന്റിനെയാണ്. ഓക്കെ, അപ്പം മികച്ച മാർച്ചിങ് നടത്തിയത് ആരാണ്? സിഖുകാരാണെന്ന് ഓർക്കുക അല്ലേ. നമ്മുടെ ആർമിയിൽ ഓരോ റെജിമെന്റ്സ് ഉണ്ട് അല്ലേ. സിഖ് റെജിമെന്റ്, ഈവൻ നമ്മുടെ മലയാളീസിനെ സംബന്ധിച്ച് നായർ റെജിമെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് റെജിമെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ സിഖ് റെജിമെന്റ്സിനെയാണ് ഏറ്റവും മികച്ച മാർച്ചിങ് സംഘമായിട്ട് പ്രഖ്യാപിച്ചത്. നമുക്കറിയാം ഏറ്റവും ബ്രേവറിയിലൊക്കെ അല്ലെങ്കിൽ ധൈര്യത്തിലൊക്കെ ഒരുപാട് നമ്മുടെ സേനയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു റെജിമെൻ്റാണ് സിഖ് റെജിമെൻറ്റ്. ഇനി മികച്ച മാർച്ചിങ് സംഘമായിട്ട് നമ്മുടെ അതർ ഓക്സിലറി ഫോഴ്സസിൽ ഏതാണ്? ഡൽഹി വിമൻ പോലീസ് ഫോഴ്സാണ്. ഡൽഹി വിമൻ പോലീസ് ഫോഴ്സാണ് നമ്മുടെ മികച്ച മാർച്ചിങ് സംഘം. അപ്പോൾ ഡൽഹി പോലീസിനെ നയിച്ച ഒരാളുണ്ട് അല്ലേ, ശ്വേത കെ സുഗതൻ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, അങ്ങനെ ആ മികച്ച മാർച്ചിങ് സംഘമായിട്ട് അതർ ഓക്സിലറി ഫോഴ്സസിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഡൽഹി വിമൻ പോലീസ്. ഇനി മൈ ഗവ് ആപ്പിലൂടെയാണ് പൗരന്മാർ വോട്ട് ചെയ്യാൻ അനുവദിപ്പിച്ചത്. നമ്മുടെ ISRO പ്രദർശിപ്പിച്ച ടാബ്ലോ ഏതാണ്? അത് ചന്ദ്രയാൻ 3 ആണ്. ISRO പ്രദർശിപ്പിച്ച ടാബ്ലോ ഏതാണ്? ചന്ദ്രയാൻ 3 ആണ്. അപ്പോൾ മികച്ച മാർച്ചിങ് സംഘമായിട്ട് ജഡ്ജിങ് പാനൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണ്? സിഖ് റെജിമെന്റിനെയാണ്. ഇനി മികച്ച മാർച്ചിങ് സംഘം അതർ ഓക്സിലറി ഫോഴ്സസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൽഹി വിമൻ പോലീസിലാണ്. ഏത് ആപ്പിലൂടെയാണ് പൗരന്മാരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൈ ഗവ് ആപ്പാണ്. ISRO പ്രദർശിപ്പിച്ച ടാബ്ലോ ഏതാണ്? നമുക്കറിയാം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിന് മുഴുവൻ നമ്മുടെ ഇന്ത്യക്ക് അല്ലെങ്കിൽ ISROയ്ക്ക് ആ ഒരു റെക്കഗ്നിഷൻ കൊടുത്ത ഒരു പ്രോഗ്രാമാണ് ചന്ദ്രയാൻ അല്ലേ. അപ്പം ചന്ദ്രയാൻ സൗത്ത് പോളിൽ ഇറങ്ങിയ നമ്മുടെ ചന്ദ്രയാൻ 3യെ പറ്റിയാണ് അവിടെ ടാബ്ലോ ആയിട്ട് പ്രദർശിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.